ഹലോ, ഇത് ശർക്കര പുരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഓണ സീരീസിലൂടെ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 4 വിളഞ്ഞ ഏത്തയ്ക്കയാണ് ഉപയോഗിക്കുന്നത്. വിളഞ്ഞ നാടൻ ഏത്തയ്ക്കയാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മളൊരു ഒരു പാത്രത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇത് മുക്കി വെക്കുക. അതിനുശേഷം തൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു പരുപരിപ്പ് ഇതേപോലെ ഉരച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സുകളാക്കി മാറ്റുക. അച്ഛനാണ് ഇതെല്ലാം എനിക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന അച്ഛനാണ്. അപ്പോൾ ഇതേപോലെ ക്യൂബ്സുകളാക്കി മാറ്റുക. ക്യൂബുകളാക്കിയ ഈ ഈ കഷ്ണങ്ങൾ നമ്മൾ സാധാരണ നമ്മൾ ഉപ്പേരി വറക്കുന്നത് പോലെ വറുത്ത് കോരി വെക്കുക. വറുത്ത് കോരി വെക്കുമ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെയാണ്. എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ. എണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്ക് വേണം ഇത് ഇട്ട് വറുത്ത് കോരി ഉള്ളു നല്ലതുപോലെ വേവണം. ഇതേപോലെ വറുത്ത് കോരി ടിഷ്യൂ പേപ്പറിൽ വെക്കുക. കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ള എഡിറ്റ് ചെയ്തതിനുള്ള മിസ്റ്റേക്കാണ്, സോറി. ഇപ്പം നമ്മൾ ഇതേപോലെ വറുത്ത് കോരി വെച്ചതിന് ശേഷം നമുക്കിനി വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ട ശർക്കര, കറുത്ത ശർക്കരയാണ് ഏറ്റവും നല്ലത്. ഉണ്ട ശർക്കര ഇതേപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് പാനിയാക്കുക. അതിലേക്ക് ശകലം ഒരു നുള്ളു ഉപ്പിടുവാണെങ്കിൽ ഈ ശർക്കരയെല്ലാം അഴുക്കിങ്ങി പൊങ്ങി വരും. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കാം. അപ്പം ഞാൻ ഇച്ചിരി ഏറെ ശർക്കര പാനി ഉണ്ടാക്കി അടപ്പായസത്തിനും കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലൊരു ശകലമാണ് നമ്മൾ ശർക്കര പുരട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഒരു അടിക്കട്ടിയുള്ള ഒരു ഉരുളി എടുക്കുക. ഞാൻ ഉരുളിയാണ് എടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് ഇളക്കാനൊരു പരുവുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ശകലം ഒരു നെയ്യൊന്ന് തൂക്കിയിട്ട് അതിലേക്ക് ശകലം ശർക്കര പാനി ഒഴിക്കുക. പാനി എന്ന് വെച്ചാൽ ഇങ്ങനെ നൂൽപ്പരുവ് ആവണമെന്നില്ല. ഒഴിച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും നമുക്കൊരു മിക്സ് ഉണ്ടാക്കാം. അതെന്ന് വെച്ചാൽ പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ, നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി, പത്തിരി പരുവത്തിലുള്ള പൊടി, ആ പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടി, ഏലക്കാപ്പൊടി, നമ്മൾ എന്തുമാത്രമാണ് അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പഞ്ചസാര പൊടിച്ചത്, പിന്നെ ഏറെ ചുക്കുപൊടി വേണം. ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ്, ജീരകപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത്. അപ്പം നമുക്ക് ഒരുമാതിരി നൂൽപ്പരുവായ ശർക്കര പാനി, അതായത് നൂൽപ്പരുവെന്ന് വെച്ചാൽ നല്ല നൂൽപ്പരുവാവണ്ട, നമ്മളൊരു സ്പൂണിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരണം, ആ ഒരു പരുവം മതി. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ഇടുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ളൊരു തവി എടുക്കുക. ഇളക്കി നമ്മൾ ഈ ശർക്കര പാനിക്കകത്ത് കഷ്ണങ്ങൾ കിടന്ന് നല്ലപോലെ മയങ്ങണം. ആ ഒരു പരുവത്തിൽ മയക്കിയെടുക്കുക. ഇങ്ങനെ മയക്കെടുക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പരുവത്തിലാവുമ്പോഴത്തേനും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന പൊടികൾ, അപ്പം എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കരുത്, സെപ്പറേറ്റ് എടുക്കുന്നതാണ് നല്ലത്. ആദ്യം നമുക്ക് പഞ്ചസാര, ചുക്കുപൊടി, ഏലക്കാപ്പൊടി എല്ലാം കുറേശ്ശെ ഇടുക. അരിപ്പൊടി നമുക്ക് ലാസ്റ്റ് ഇടാം, കുറേശ്ശെ ഇതെല്ലാം പിടിക്കട്ടെ. എല്ലാം നല്ലതുപോലെ പിടിച്ച് വരുമ്പോഴത്തേനും നമ്മൾ അരിപ്പൊടി ഇടും. അരിപ്പൊടി നമ്മൾ ഇങ്ങനെ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, അരിപ്പൊടി ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ കഷ്ണങ്ങൾ കണ്ടില്ലേ, ഈ ശർക്കര നമ്മളിങ്ങനെ പാനിയാക്കുമ്പോൾ ഇതിനൊരു പശവശപ്പൊടി ഇത് കയറി അങ്ങ് ഒട്ടും. അപ്പോൾ ഈ ഒട്ടിയിരിക്കുന്ന കഷ്ണങ്ങളെ വിടിവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഈ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉണ്ട കെട്ടി വരുന്നതെല്ലാം ഉള്ളൂ ഇങ്ങനെ വിട്ട് കൊടുത്ത് വേണം ഇളക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ശർക്കര പുരട്ടി ഉണ്ടാക്കി വെക്കുന്നത്. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. നല്ലതുപോലെ ഉള്ളു വേവണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. താങ്ക്